ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തിയുമാണ് ഇന്നത്തെ ലഞ്ചിന്. സോ ആദ്യം തന്നെ ഉരുളക്കിഴങ്ങൊന്ന് പീൽ ചെയ്തെടുക്കാം. ഞാൻ ഈ പൊട്ടറ്റോയൊക്കെ ഒന്ന് പീൽ ചെയ്ത് എടുക്കാനായിട്ട് ഞാൻ ഈ ഇതൊക്കെ ഒന്ന് പീൽ ചെയ്തെടുക്കുവാണ്. ഞാൻ ഇതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. എന്നിട്ട് ഇന്ന് മസാല ഇല്ലാതെ ഉള്ളൊരു കറിയാണ് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ മസാല ഇട്ടിരുന്നു, പക്ഷേ അത് വേറൊരു ടേസ്റ്റായി പോയി. കറി കുറച്ച് ഒന്ന് ഡാർക്കായിട്ടുണ്ടായിരുന്നു. ഇന്നപ്പം മസാലയൊന്നും ഇടാതെ ആണ് കറി വെക്കാനായിട്ട് പോകുന്നത്. മല്ലിപ്പൊടി മാത്രം ഇട്ടിട്ട് ആണ്. ഞാൻ കുറച്ച് കറിയേ വെക്കുന്നുള്ളൂ, ഒത്തിരി ക്വാണ്ടിറ്റി വെക്കുന്നില്ല. അതുകൊണ്ടാണ് 3 പൊട്ടറ്റോ എടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് കഴുകി ഒന്ന് പീസാക്കി കുക്കറിൽ വെക്കണം. അപ്പോൾ ഞാൻ കുക്കറിൽ തന്നെ ഇത് ഇടുന്ന കൂട്ടത്തിൽ തന്നെ സവാളയും പൊടി ഐറ്റംസ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും ഇട്ടിട്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇത് വെന്ത് കഴിയുമ്പോൾ കടുക് വറുക്കുന്ന കൂട്ടത്തിൽ പച്ചമുളകും കൂടി ഇട്ട് കടുക് വറുത്താണ് കറി റെഡിയാക്കുന്നത്. ഇനി ഒന്ന് പീസാക്കി എടുക്കാം. അതിന് മുന്നേ ഒന്ന് കഴുകി എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം. പിന്നെ എന്നിട്ട് പിന്നെ അരിഞ്ഞിട്ട് കഴുകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പീസാക്കി എടുക്കണം. ഇനി ഇതൊന്ന് പീസാക്കാം. എല്ലാം ഒന്ന് പീസായിട്ടുണ്ട്. ഇനി ഒരു ഇതുകൂടുണ്ട്, അതുകൂടെ കഴിഞ്ഞാൽ പീസാക്കി കഴിയും. പിന്നെ ഇത് നമുക്ക് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കറിൽ വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് അങ്ങോട്ട് മാറ്റിയിട്ട് ഇത് നമ്മുടെ കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇത് കുക്കറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു പീസ് നോക്കിയാതിട്ടുണ്ടായിരുന്നു. നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് പൊട്ടറ്റോ ഉള്ളെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ ഒന്ന് കഴുകി പീൽ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ ഒന്ന് നമുക്ക് അരിഞ്ഞിടണം. അത് അളവ് തീരെ കുറഞ്ഞതുപോലെ തോന്നി, അതുകൊണ്ടാണ് ഒരെണ്ണം കൂടി ഇടാമെന്ന് വെച്ചു. അങ്ങനെ ഞാനതെല്ലാം അരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടേണ്ടത് ഉപ്പാണ്. ഉപ്പ് ഇട്ട് കൊടുക്കാം. കടുക് നമ്മൾ പിന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്നിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ്. കുറച്ച് മല്ലിപ്പൊടി ഒന്നിട്ട് കൊടുക്കാം. അധികം ഇടുന്നില്ല, കാരണം കുറച്ച് ഇതേ ഉള്ളൂ. ഞാനിവിടെ സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സവാളയൊന്ന് ഇതിലേക്കൊന്ന് ചേർത്ത് അരിഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അരിഞ്ഞാൽ മതി.
അരിഞ്ഞു കൊടുത്തിട്ട് നമുക്ക് കുക്കർ അടച്ച് അടുപ്പയിൽ വെക്കാം. കുക്കർ കുറച്ച് വിസിൽ കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇത് അരിഞ്ഞ് വേഗം തന്നെ അടുപ്പയിലോട്ട് വെക്കാം. പിന്നെ വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ പാനിൽ കടുക് വറുത്ത് മുളക് കൂടിയിട്ട് കടുക് വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഇത് മതിയാവും എന്ന് തോന്നുന്നു. കുറച്ച് സവാളകൾ, ഒരു ഹാഫ് പോർഷനൂടെ ഞാൻ ഇടുവാണ്. സവാള എല്ലാം തെറിച്ച് പോവാണ് എൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ നമ്മൾ സവാള ഏകദേശം എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇനിയും വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാനായിട്ട് എടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒത്തിരി വെള്ളം എടുക്കുന്നില്ല, കാരണം പിന്നെ അത് പറ്റിക്കുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിന് ഞാൻ അടുപ്പയിലോട്ട് ബർണറൊക്കെ ഓണായി വരുന്നുണ്ട്. ഇനി അവിടെ ഇരുന്ന് ഒന്ന് വെന്തിട്ട് നമുക്ക് നോക്കാം. നമ്മൾ കടുക് വറക്കാൻ പോകണം. നമ്മൾ എണ്ണ ഒഴിച്ചു. നമ്മൾ കടുക് ഇട്ടു. ഓക്കെ, എപ്പോഴാണ് പോകുന്നത് എന്നറിയിക്കാം. പിന്നേരം കടുക് പൊട്ടുന്നു. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ വറ്റൽമുളക് നമ്മൾ ഇടുകയാണ്. ഒരു 4 വറ്റൽമുളക്. നമ്മൾ പച്ചമുളക് ഇട്ടു. കഴിഞ്ഞ ഓക്കെ, ഇനി നമ്മളിത് നല്ലതായിട്ട് മാഷ് ചെയ്യണം. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് നമ്മൾ ആവശ്യാനുസരണം ഉപ്പ് നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്.
നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം, കഴിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ഉരുളക്കിഴങ്ങ് കറി.